സ്വർണ്ണപ്രേമികൾക്ക് ആശ്വാസമാകുന്ന തരത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായുള്ള സ്വർണ്ണവില. ഇന്നും കേരളത്തിൽ സ്വർണ്ണവിലയിൽ മികച്ച കുറവാണ് രേഖപ്പെടുത്തിയത്. ഒരു പവൻ സ്വർണത്തിന് 200 രൂപ കുറഞ്ഞ് വില 66,280 രൂപയും ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 8,285 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇതോടെ കഴിഞ്ഞ 3 പ്രവൃത്തി ദിനങ്ങളിലായി പവന് 2,200 രൂപയും ഗ്രാമിന് 275 രൂപയുമാണ് കുറഞ്ഞത്. സമീപകാലത്തുണ്ടായ ഉയർന്ന വിലയെ അപേക്ഷിച്ച് ഇപ്പോൾ വിലയിൽ അല്പം കുറവ് വന്നത് സ്വർണ്ണാഭരണശാലകളിലേക്ക് ആഭരണപ്രിയരെയും വിവാഹാഭരണ പർച്ചേസുകാരെയും വീണ്ടും തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ മാസം 3-ന് രേഖപ്പെടുത്തിയത് പവന് 68,480 രൂപയും ഗ്രാമിന് 8,285 രൂപയുമാണ്. ഇതാണ് സ്വർണ്ണവിലയിൽ കേരളത്തിലെ എക്കാലത്തെയും റെക്കോർഡ് വില. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ നിർണയപ്രകാരം 18 കാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് ഗ്രാമിന് 15 രൂപ കുറഞ്ഞിട്ടുണ്ട്. 6,830 രൂപയാണ് ഒരു ഗ്രാം 18 കാരറ്റ് ഗോൾഡിന് നൽകേണ്ടി വരിക. അതേസമയം എസ് അബ്ദുൾ നാസർ വിഭാഗം ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ നൽകിയ വില ഗ്രാമിന് 15 രൂപ കുറച്ച് 6,795 രൂപയായി. എന്നാൽ വെള്ളി വിലയിൽ മാറ്റമില്ല. ഇരു കൂട്ടരും ഗ്രാമിന് 102 രൂപ തന്നെ നിലനിർത്തി. കഴിഞ്ഞ വാരം ഔൺസിന് $3,169.99 എന്ന സർവകാല റെക്കോർഡ് തൊട്ട രാജ്യാന്തര വില ഇന്നൊരു വേള ഒരു മാസത്തെ താഴ്ചയായ $2,977 കൂപ്പുകുത്തിയെങ്കിലും വൈകാതെ തന്നെ തിരിച്ചു കയറി. $3,035 ഇത് പിന്നീട് എത്തിയത്. ഈ തിരിച്ചുകയറ്റം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ വില കൂടുതൽ കുറയുമായിരുന്നു. ഒപ്പം രൂപ ഇന്ന് വൻതോതിൽ ഡോളറിനെതിരെ ഇടിഞ്ഞിട്ടുണ്ട്. രൂപയും വീണില്ലായിരുന്നുവെങ്കിൽ സ്വർണ്ണവില ഇന്ന് കേരളത്തിൽ ഗ്രാമിന് 100 രൂപയിലേറെ കുറയുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പവന് 800 രൂപയിലധികമായേനെ കുറവ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച ആഗോള വ്യാപാര യുദ്ധം ഓഹരി കടപ്പത്ര വിപണികളെ തകർച്ചയിലേക്ക് തള്ളിയിട്ടുണ്ട്. സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് ചോരക്കളമായി. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ US വീണ്ടും ഒരു സാമ്പത്തിക മാന്ദ്യത്തെ അഭിമുഖീകരിക്കുകയുമാണ്. ഇതുമൂലം ഗോൾഡ്, ETF പോലുള്ള നിക്ഷേപ പദ്ധതികളിലേക്ക് പ്രതിസന്ധി കാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കളം മാറ്റുകയാണ് ആഗോളതലത്തിൽ നിക്ഷേപക ലോകം. ഇതാണ് രാജ്യാന്തര സ്വർണ്ണവില തിരിച്ചു കയറാൻ ഇടവരുത്തിയതും. ഈ ട്രെൻഡ് നിലനിന്നാൽ സ്വർണ്ണവില വീണ്ടും വർധനയുടെ ട്രാക്കിലേക്ക് മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. രൂപയുടെ മൂല്യം കുറയുന്നതും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ്. രാജ്യാന്തര വില വൈകാതെ $3,100 എത്തിയേക്കാമെന്ന് നിരീക്ഷകർ പറയുന്നുമുണ്ട്. 3% സ്വർണത്തിന്റെ GST. 53.1 രൂപയാണ് ഹോൾമാർക്ക് ചാർജായി ഈടാക്കുന്നത്. ഇതിനു പുറമെ പണിക്കൂലിയും നൽകണം. ഒരു പവൻ ആഭരണം വാങ്ങാൻ 5% പണിക്കൂലി കണക്കാക്കിയാൽ പോലും ഇന്ന് കേരളത്തിൽ നൽകേണ്ട വില 71,736 രൂപയാണ്. ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് 8,967 രൂപയും. ഏപ്രിൽ 3-ന് സ്വർണം വാങ്ങിയവർ കൊടുത്തത് ഒരു പവൻ ആഭരണത്തിന് 74,116 രൂപയും ഒരു ഗ്രാം ആഭരണത്തിന് 9,265 രൂപയുമായിരുന്നു. അതായത് പവന് 2,380 രൂപയും ഗ്രാമിന് 298 രൂപയും അധികം. അതേസമയം ഇത് 5% പണിക്കൂലി പ്രകാരമുള്ള കണക്ക് മാത്രമാണ്. ചില ജ്വല്ലറികളിൽ മിനിമം 10% പണിക്കൂലിയൊക്കെയാണ് ഈടാക്കുന്നത്. ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി ഇതിലും കൂടുതലുമായിരിക്കും. അങ്ങനെയാവുമ്പോൾ പണിക്കൂലിയിലടക്കം മാറ്റങ്ങൾ വരും, വിലയിലും വ്യത്യാസമുണ്ടാകും.